ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം പരിശുദ്ധാത്മാവ്. ഇന്നലെ നമ്മൾ കണ്ടു ഗോഡ് ഹാസ് ഗിവൺ അസ് ഹോളി സ്പിരിറ്റ് ആസ് എ സീൽ, ആസ് എ ഗ്യാരൻറ്റി. നമ്മളെ ഗ്യാരൻറ്റി ആയിട്ട് ദൈവത്തിൻ്റെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഡേ ഓഫ് റിഡംഷൻ. നമ്മൾ എപ്പോഴാണ് വീണ്ടെടുപ്പ് നാളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കർത്താവ് വരുമ്പോൾ കാഹളനാദം ധ്വനിക്കുമ്പോൾ നമ്മളും പറന്നുയരും. ആ ദിവസത്തിന് വേണ്ടി നമ്മളെ ഗ്യാരൻറ്റി ആയിട്ട് അച്ചാരമായിട്ട് ദൈവം വെച്ചിരിക്കുകയാണെന്ന് കണ്ടു. ഇന്ന് ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ എ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. വെളിപ്പാടിൻ്റെ ഒരാത്മാവാണ്. ബൈബിൾ മുഴുവൻ വെളിപ്പാടാണ്. ദൈവദാസന്മാർക്ക് കർത്താവ് കൊടുത്ത പ്രത്യക്ഷത വെളിപ്പാടാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ ബുക്സൊക്കെ ഞാൻ കുറേ ബുക്സ് 20 ബുക്ക് എഴുതിയല്ലോ, ആത്മീയ ബുക്ക്. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ റെവലേഷനാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എഫേസ്യ 1:17-19 വായിച്ചാൽ, മേ ദ ഗോഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫാദർ ഓഫ് ഗ്ലോറി, give it to you the spirit of wisdom and revelation in the knowledge of him, that you may understand the exceeding greatness of his power towards us who believe എന്ന്. ഇത് ഒരു പ്രാർത്ഥനയാണ്. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത എൻ്റെ പ്രാർത്ഥനയിൽ എന്ന് പൗലോസ്ലീഹ പറയാണ്. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദാനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ വലിപ്പം, അവൻ്റെ മഹിമ, ആ വല്ലഭത്വം, ഇതെല്ലാം അറിയാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം അല്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ദൈവം ആരാണ്? എത്രയോ വലിയ ദൈവമാണ്. ആ ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത്? നമുക്ക് ഈ വചനത്തിൽ കൂടി മാത്രമാണ്. യേശു ക്രിസ്തു നമുക്ക് പിതാവായ ദൈവത്തെ, സർവശക്തനായ ദൈവം, സർവവ്യാപി, സർവജ്ഞാനിയായ, ഹു ഇസ് ദിസ് ഗോഡ്, ദ മൈറ്റി ഓസം ഗോഡ്, ആ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. വെൻ ജീസസ് വാസ് ദേ, ജീസസ് മേഡ് us അണ്ടർസ്റ്റാൻഡ്. അത് കഴിഞ്ഞ് ജീസസ് പോയി, ഹോളി സ്പിരിറ്റിനെ വിട്ടു. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവിങ് us ദ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ആർക്കും കൊടുക്കാത്ത വെളിപ്പാടുകൾ, ആർക്കും കൊടുക്കാത്ത ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ബുദ്ധിയുടെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ഇതെല്ലാം ദൈവം നമുക്ക് തരികയാണ്. ദോസ് റിയലി ആശിക്കുന്നവർക്ക് വേണ്ടിയാണ്, ആശയമുള്ളവർക്ക് വേണ്ടി, ആഗ്രഹമുള്ളവർക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. ആമേൻ. സോ യു ഷുഡ് നോ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഒരു വെളിപ്പാടിൻ്റെ ആത്മാവാണ്. ഈ ബൈബിൾ മുഴുവനും ഒരു റെവലേഷനാണ് ഓഫ് എ വൺ പേഴ്സൺ. ഈ ബൈബിൾ ജനസിസ് ടു റെവലേഷൻ ഈസ് ദ റെവലേഷൻ ഓഫ് വൺ പേഴ്സൺ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ത്രൂ ഔട്ട് ദ ബൈബിൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ. ഇൻ ജനസിസ് ഈസ് ദ ക്രിയേറ്റർ. ആദ്യത്തെ പുസ്തകത്തിൽ സൃഷ്ടികർത്താവാണ്, സൃഷ്ടിയുടെ ദൈവമാണ്. ഇൻ എക്സോഡസ് ഈസ് ദ പാസ് ഓവർ ലാംബ്, പെസഹ കുഞ്ഞാടാണ് രണ്ടാമത്തെ ബുക്കിൽ. ഇൻ ലെവിറ്റിക്കസ് ഈസ് ദ ഹൈ പ്രീസ്റ്റ്, പ്രധാന യാചകനാണ് ലേവ്യ പുസ്തകത്തിൽ. അങ്ങനെ പോകും. ഫുൾ ബൈബിൾ ഈസ് ജീസസ് ഫിൽസ് ദ ഹോൾ ബൈബിൾ. ആമേൻ. എവരി സ്ക്രിപ്ചർ ഈസ് സ്പിരിറ്റ് ബ്രീത്ഡ്. 2 പത്രോസിൻ്റെ 1:21 പറയുന്നു, ഈ സ്ക്രിപ്ചറെല്ലാം, ഈ തിരുവെഴുത്തെല്ലാം, ബൈബിളെല്ലാം സ്പിരിറ്റ് ബ്രീത്ഡ് ആണെന്ന്. ഹോളി സ്പിരിറ്റ് ബ്രീത്ഡ് അല്ലാത്ത ഒന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത് ട്രസ്റ്റ് ചെയ്യാം, പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം എന്ന്. സോ ഹോളി സ്പിരിറ്റാണ് നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിലെ പ്രോഫറ്റ്സ്, ഐസയ ഉണ്ടല്ലോ, ഐസയെ പറ്റി നമ്മൾ പഠിച്ചു, യെരമ്യായെ പറ്റി പഠിച്ചു, എസെക്കിയേലിനെ പറ്റി, ഡാനിയേൽ, അങ്ങനെ നമ്മൾ പ്രവാചകന്മാരെ പറ്റി പഠിച്ചു. അവരൊക്കെ എഴുതിയത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവർക്ക് റെവലേഷൻ കൊടുത്തിട്ട്, വെളിപ്പാട് കൊടുത്തിട്ട്. ഹോളി സ്പിരിറ്റ് എനേബിൾഡ് മോസസ് ടു റൈറ്റ് ഫസ്റ്റ് 5 ബുക്സ്. ആദ്യത്തെ ബുക്ക്, ബൈബിളിലെ 5 ബുക്ക്, ആദ്യത്തെ ബുക്ക് മോശയാണ് എഴുതിയത്. അത് പരിശുദ്ധാത്മാവ് മുഖാന്തരം, ദൈവം ആത്മാവിനെ കൊടുത്ത് ആത്മാവിൽ കൂടിയാണ് അത് എഴുതിയത്.
It's the Holy Spirit who inspired David to write so many beautiful psalms. ദാവീദ് ഒത്തിരി സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. മനോഹരമാണ്, നിങ്ങൾക്ക് എന്നും സ്തുതിക്കാവുന്ന സങ്കീർത്തനമാണ്. അങ്ങനെ ഞാൻ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന എൻ്റെ മെസ്സേജിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്നത് സങ്കീർത്തനത്തെ പറ്റിയാണ്. സങ്കീർത്തനം മനോഹരമായ സങ്കീർത്തനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. അത് ദാവീദ് എഴുതിയതാണ്. It is the Spirit of God who gave revelation to John the Apostle, who wrote the future events in the book of Revelation. അവസാനത്തെ ബുക്കുണ്ടല്ലോ, വെളിപ്പാട്, റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ, ഈ യോഹന്നാൻ, അതായത് യേശുവിൻ്റെ അപ്പോസ്റ്റൽ, ശിഷ്യൻ മാറോട് ചേർന്ന് യേശുവിനോട് നടന്ന ആ അപ്പോസ്റ്റലനായ യോഹന്നാന് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. അന്നേരം അവിടെ നിന്ന് ദർശനം യേശു ക്രിസ്തു പ്രത്യക്ഷനായി പറഞ്ഞത് മാത്രമാണ് എഴുതുന്നത്. ഫ്യൂച്ചർ ഇവൻറ്റ്സ്, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് ആ റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ എഴുതിയിരിക്കുന്നത്. ഞാൻ രണ്ടാം വരവിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ റെവലേഷൻ, ആ ബുക്ക് ഓഫ് റെവലേഷനും ഡാനിയൽ പ്രവചനവും രണ്ടും കൂടെ പഠിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഞാനും ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ വചനവും എൻ്റെ ബുക്കുകളും വായിക്കുന്നവരുമെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹോളി സ്പിരിറ്റ് പറയാതെ ഞാനൊന്നും എഴുതാൻ എനിക്ക് ശക്തിയില്ല, എനിക്ക് അറിവില്ല, എനിക്ക് കഴിവുമില്ല, എനിക്ക് അത്രയും പഠിത്തം ഒന്നുമില്ല, സാമർഥ്യമില്ല. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഹു ഈസ് ഡൂയിങ് ദാറ്റ്. ഹോളി സ്പിരിറ്റ് സ്പീക്സ് ടു us when we wait on the Lord. നമ്മൾ കർത്താവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും, നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ വിസ്പർ ഇൻ ടു അവർ ഇയേഴ്സ്, നമുക്ക് പറഞ്ഞു തരും. നമ്മൾ സ്ക്രിപ്റ്റേഴ്സ്, ഈ തിരുവെഴുത്ത്, അതായത് ബൈബിൾ, വേദപുസ്തകം വായിക്കുമ്പോഴും പരിശുദ്ധാത്മ നമുക്ക് അതിൻ്റെ പൊരുളെല്ലാം അഴിച്ചു തരും, എല്ലാം തിരിച്ച് എല്ലാം പറഞ്ഞു തരും. അതാണ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഹി റിവീൽസ് ദ ഹാർട്ട് ആൻഡ് മൈൻഡ് ഓഫ് ഗോഡ്, അല്ലേ? ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ഈ ബൈബിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ പരിശുദ്ധാത്മാ നമുക്ക് പഠിപ്പിച്ചു തരും. From the day of Pentecost till today, Spirit has been working in the church. ഈ ഹോളി സ്പിരിറ്റാണ് പെന്തക്കോസ്ത് ദിനം തുടങ്ങി 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഇപ്പോൾ 21-ാം നൂറ്റാണ്ട് വരെയും പ്രവർത്തിക്കുന്നത്, സഭയെ കൊണ്ടുപോകുന്നത്, വിശുദ്ധന്മാരെ നയിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ്. നമുക്കല്ലാതെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് us to resist the evil spirit. അതുകൊണ്ടാണ് ഇവിടെ ആമോസ് 3:7 പറയുന്നു, ഷുവർലി ദ ലോർഡ് ഗോഡ് does nothing unless he reveals his secrets to his servants and prophets. ദൈവം തൻ്റെ ദാസന്മാരോടും പറയാതെ ഒന്നും തന്നെ ഈ ഭൂമിയിൽ ചെയ്യുകയില്ല. ഫ്ലഡ് വരുന്നെന്ന്, കൊറോണ വരുന്നു, ഇതൊക്കെ ഒത്തിരി പേര് പ്രവചിച്ചല്ലോ. ഇതെല്ലാം ദൈവം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും അങ്ങനെ ദാസന്മാർക്ക്. ഗോഡ് റിവീൽഡ് ദ ഹാർട്ട് ഓഫ് ജോസഫ് ത്രൂ ഡ്രീംസ്, അല്ലേ? ദൈവത്തിൻ്റെ ഹൃദയം ജോസഫിനോട് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ്? ഡ്രീംസിൽ കൂടി, സ്വപ്നത്തിൽ കൂടിയെല്ലാം പറഞ്ഞു കൊടുത്തു. ഗോഡ് റിവീൽഡ് ഹിസ് മൈൻഡ് ടു ഡാനിയൽ ത്രൂ വിഷൻസ്. ഡാനിയൽ നല്ല വിഷൻസ്, ദർശനം കൊടുത്ത് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം റിവീൽ ചെയ്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങളും വെയിറ്റ് ചെയ്യുമ്പോൾ ദൈവം നല്ല റെവലേഷൻ തരും, വെളിപ്പാട് തരും. ഈ വചനം വായിക്കുക, ദൈവവചനം നിങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുക, പറയുക, കേൾക്കുക. യൂട്യൂബിൽ, റേഡിയോയിൽ, ബുക്ക് വായിക്കുന്നതിൽ, പ്രസംഗം കേൾക്കാൻ, ചർച്ചിൽ പാസ്റ്റേഴ്സ് പറയുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മൾ പഠിക്കണം. അന്നേരം പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാ പ്രത്യക്ഷതയും തരും. എല്ലാവർക്കും അങ്ങനെയുള്ള റെവലേഷനും ജ്ഞാനവും തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.